ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യേ ച തസ്യേ ജനകാത്മജായേ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ. നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത അഷ്ടാദശ സർഗ. ശ്രീരാമാദ്യവതാര നിവൃത്തേതു കൃതോ തസ്മിൻ ഹയമേധേ മഹാത്മനാം പ്രതിഗൃഹ്യ സുരാഭാഗാൻ പ്രതിജഗ്മുര്യഥാഗതം. സമാപ്ത ദീക്ഷാ നിയമപത്നീ ഗണസമന്വിത പ്രവിവേശപുരീം രാജാ സഭൃത്യ ബലവാഹനാം. യഥാർഹം പൂജിതാസ്തേന രാജ്ഞാ വൈ പൃഥിവീശ്വരാം. മുദിതാ പ്രയോർദേശാൻ പ്രണമ്യ മുനിപുംഗവം. ശ്രീമതാം ഗച്ഛതാം ദേശാം സ്വപുരാണി പുരാത്തതാം. ബലാജ്ഞിരാജ്ഞാം ശുഭ്രാണി പ്രസൃഷ്ടാനി ചകാശിരേ. ഗതേഷു പൃഥ്വീശേഷു രാജാ ദശരഥസ്തദാ. പ്രവിവേശപുരീം ശ്രീമാൻ പുരസ്കൃത്യ ദ്വിജോത്തമം. ശാന്തായാ പ്രയയോ സാർദ്ധം ഋഷിശൃംഗസുപൂജിതാം. അന്യീയമാനോ രാജ്ഞാതാം സാനുയാത്രേണ ധീമതാം. ഏവം വിസൃജ്യ താൻ സർവാൻ രാജാ സമ്പൂർണമാനസാം. ഉവാസ സുഹിതസ്തത്ര പുത്രോത്പത്തിം വിചിന്തയൻ. തതോ യജ്ഞേ സമാപ്തേതു ഋതൂനാം ഷഡ്സമത്യയോ. തതശ്ച ദ്വാദശേ മാസേ ചൈത്രേ നാവമികേ ദിദോ. നക്ഷത്രേ അതിഥി ദൈവത്യേ സോച്ച സംസ്ഥേഷു പഞ്ചസു. ഗ്രഹേഷു കർക്കടേ ലഗ്നേ വാക്പദാവിന്ദുനാ സഹാം. പ്രോദ്യമാനേ ജഗന്നാഥം സർവലോക നമസ്കൃതം. കൗസല്യാ ജനയദ്രാമം സർവലക്ഷണ സംയുതം. വിഷ്ണോരർത്ഥം മഹാഭാഗം പുത്രൈമൈക്ഷാകവർദ്ധനം. കൗസല്യാ ശുശുഭേതേന പുത്രേണാമിത തേജസാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യഥാവരേണ ദേവാനാമതിഥിർ വജ്രപാണിനാ. ഭരതോ നാമ കൈകേയ്യാം യജ്ഞേ സത്യപരാക്രമാ. സത്തോ സാക്ഷാത് വിഷ്ണോർ ചതുർഭാഗ സർവൈ സമുദിതോ ഗുണൈ. അത ലക്ഷ്മണ ശത്രുഘ്നോ സുമിത്രാ ജനയത്സുതൗ. സർവാസ്ത്രകുശലൗ വീരോ വിഷ്ണോരർത്ഥ സമന്വിതോ. പുഷ്യേ ജാതസ്തു ഭരതോ മീനലഗ്നേ പ്രസന്നതി. സാക്വേ ജാതോ ച സൗമിത്രീ കുലേരഭ്യുദിതേരവൗ. രാജ്ഞപുത്ര മഹാത്മാനാ ചത്വാരോ യജ്ഞിനേ പൃഥങ്. ഗുണവന്തോനുരൂപാശ്ച തുച്യാ പ്രോഷ്ട്രപദോപമാം. ജഗുകുലം ജഗന്ധർവ നൃത്വപ്സാപ്സരോ ഗണാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരതമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവ്യേ നമഃ. ദേവദുന്ദുഭയോ നേതു പുഷ്പവൃഷ്ടിച്ച ഖാച്യുതാം. ഉത്സവശ്ച മഹാനാസീദയോധ്യായാം ജനാകുലാം. രഭ്യാശ്ച ജനസമ്ബാധാം നടനർത്തകസങ്കുലാം. ഗായനൈശ്ച വിരാവിണ്യോ വാദനൈശ്ച തദാപരേം. വിരേജോർവിപുലാസ്തത്ര സർവരത്നസമന്വിതാം. പ്രദേയാംശ ദദോ രാജാം സൂതമാഗതവന്ദിനം. ബ്രഹ്മണേഭ്യോ ദദൗ വിത്തം ഗോധനാദിസഹസ്രശാം. ആദിത്യേകാദശാഹം തു നാമകർമ്മ തഥാകരോൻ. ജ്യേഷ്ഠം രാമം മഹാത്മാനം ഭരതം കൈകേയീസുതം. സൗമിത്രിം ലക്ഷ്മണമിതി ശത്രുഘ്നമപരം തഥാം. വസിഷ്ഠപരമപ്രീതോ നാമാനി കൃതവാംസ്തദാം. ബ്രാഹ്മണാൻ ഭോജയാമാസ പൗരാൻ ജാനപദാനവീ. അതദ്ബ്രാഹ്മണാനാം രത്നൗഖമമിദം ബഹു. തേഷാം ജന്മക്രിയാദീനി സർവകർമ്മണ്യകാരയൻ. തേഷാം കേതുരിവ ജ്യേഷ്ഠോ രാമോ രതികരപ്പിതു. ബഭൂവ ഭൂയോ ഭൂതാനാം സ്വയം ഭൂരിവ സമ്മതാം. സർവേ വേദവിദഃ ശൂരാ സർവേ ലോകഹിതേ രതാം. സർവേ ജ്ഞാനോപസമ്പന്ന സർവേ സമുദിതാ ഗുണൈഃ. തേഷാമപി മഹാതേജ രാമഃ സത്യപരാക്രമാം. ഇഷ്ടസർവസ്യ ലോകസ്യ ശശാങ്ക ഇവ നിർമ്മലാം. ഗജസ്കന്ദേശ പൃഷ്ടേ ച യഥാചര്യാസു സമ്മതാം. ധനുർവേദ നിരത പൃഥുശുശ്രൂഷണേ രതാം. ബാല്യാത് പ്രഭൃതി സുസ്നിഗ്ധോ ലക്ഷ്മണോ ലക്ഷ്മിവർദ്ധനാം. രാമസ്യ ലോകരാമസ്യ ഭ്രാതുർജ്യേഷ്ഠസ്യ നിത്യശാം. സർവപ്രിയങ്കരസ്തസ്യ രാമസ്യാപി ശശീ ശരീരതാം. ലക്ഷ്മണോ ലക്ഷ്മിസമ്പന്നോ ബഹിഃപ്രാണ ഇവാപരാം. ന ചേതേന വിനാ നിദ്രാം ലഭതേ പുരുഷോത്തമാം. മൃഷ്ടമന്നമുപാനീതം അശ്മനാദിന ഹി തം വിനാം. യദാ ഹി ഖയമാരൂഢോ മൃഗയാം യാതി രാഘവാം. തദൈനം പൃഷ്ഠതോഭ്യേതി സധനു പരിപാലയൻ. ഭരതസ്യാപി ശത്രുഘ്നോ ലക്ഷ്മണാവരജോഹിതാം. പ്രാണൈ പ്രിയധരോ നിത്യം തസ്യ ചാസീത് തദാ പ്രിയാൻ. സച്ച ദുർഭിർമഹാഭാഗേ പുത്രൈ ദശരഥ പ്രിയൈ ബഭൂവ പരമപ്രീതോ ദേവൈരിഹ പിതാമഹാം. തേ യദായ ജ്ഞാനസമ്പന്നാ സർവേ സമുദിതാ ഗുണൈഃ. ഹ്രീമന്ത കീർത്തിമന്തശ്ച സർവജ്ഞാ ദീർഘദർശിനാം. തേഷാമേവം പ്രഭാവാണാം സർവേഷാം ദീപ്തതേജസാം. പിതാ ദശരഥോ ഹൃഷ്ടോ ബ്രഹ്മാലോകാധിപോ യദാ. തേജാപി മനുജവ്യാഘ്രാ വൈദികാധ്യയനേരതാ. പിതുശുശ്രൂഷണരതാ ധനുർവേദേ ച നിഷ്ഠതാം. അധ രാജാ ദശരഥസ്തേഷാം ദാരക്രിയാം പ്രതി. ചിന്തയാമാസ ധർമാത്മാ സോപാധ്യായ സപാന്ധവാം. തസ്യ ചിന്തയമാനസ്യ മന്ത്രിമധ്യേ മഹാത്മനാ. അഭാഗ്യച്ഛൻ മഹാതേജാ വിശ്വാമിത്രോ മഹാമുനി. സരാജ്ഞോ ദർശനാകാംക്ഷി ദ്വാരാധ്യക്ഷാനുവാചാം. ശീഘ്രമാഖ്യാതമാം പ്രാപ്തം കൗശികം ഗാധിനസുതം. തച്ഛ്രുത്വാ വചനം ദാസാദ് രാജ്ഞോ ഭീഷ്മപ്രദൂദ്രവൂ. സംഭ്രാന്തമനസഃ സർവേ തേന വാക്യേന ചോദിതാം. തേ ഗത്വാ രാജവചനം വിശ്വാമിത്ര ഋഷിം ദദാം. പ്രാപ്തമാവേദയാമാസുർ നൃപായൈക്ഷ്വാകവേ ദദാം. തേഷാം തദ്വചനം ശ്രുത്വാ സപുരോധാം മഹാസമാഹിതാം. ജഗാമതം ഹൃഷ്ടോ ബ്രഹ്മാണമിവ വാസവാം. തം ദൃഷ്ട്വാ ജ്വലിതം ദിത്യാ താപസം സംസൃതവ്രതം. പ്രഹൃഷ്ടവദനോ രാജാ തദോർഘ്യമുപഹാരയൻ. സരാജ്ഞാ പ്രതിഗൃഹ്യാർഘ്യം ശാസ്ത്രദൃഷ്ടേന കർമ്മണാം. കുശലം ചാഭ്യം ജപ പരിപ്രച്ഛന്നരാദിവം. പുരേ കോശേ ജനപദേ ബാന്ധവേഷു സുജാം. കുശലം കൗശികോ രാജ്ഞാ പര്യപൃച്ഛത്സു ധാർമ്മികാം. അഭിതേ സന്നദാ സർവേ സാമന്താരിപവോചിതാം. ദൈവം ച മനുഷം ചാപി കർമ്മദേ
സ്വാധനുഷ്ഠിതം വസിഷ്ഠം സമാഗമ്യ കുശലം മുനിപുങ്കവ ഋഷീം ശാന്യാൻ യഥാന്യായം മഹാഭാഗാനുവാചഹാം തേ സർവേ ഹൃഷ്ടമന്യസ്ത തസ്യ രാജ്ഞാനിവേശനം വിവിശു പൂജിതാസ്തത്ര നിഷേതുശ്ചേദാർഹതാം അത ഹൃഷ്ടമനാ രാജാ വിശ്വാമിത്രം മഹാമുനിം ഉവാച പരമോദാരോ ഹൃഷ്ടസ്ഥമഭിഭൂജയൻ യഥാമൃതസ്യ സംപ്രാപ്തിർയഥാ വർഷമനൂദകേ യഥാ സദൃശ്യതാരേഷു പുത്രജന്മ പ്രജാസ്യജാം പ്രനഷ്ടസ്യ യഥാ ലാഭോ യഥാ ഹർഷോ മഹോദയേ തഥൈവാഗമനം മന്യേ സ്വാഗതം തേ മഹാമുനിം കംസദേ പരമം കാമം കരോമിത്യുമുഹർഷിതാം പാത്രഭൂതോസി മേ ബ്രഹ്മൻ ദൃഷ്ട്യാ പ്രാപ്തോസി ധാർമ്മികാം അദ്യ മേ സഫലം ജന്മ ജീവിതം ച സുജീവിതം പൂർവം രാജർഷി ശബ്ദേന തപസാ ജ്യോതിതപ്രഭാം ബ്രഹ്മഷ്യുക്തമനുപ്രാപ്ത പൂജ്യോസി ഭൂതാമയാം തദ്ഭൂതമിദം ബ്രഹ്മം പവിത്രം പരമം മമാം ശുഭ്രക്ഷേത്രഗതാശ്ചാഹം തപസം ദർശനാത് പ്രഭോ ബ്രൂഹ്യത് പ്രാർത്ഥിതം തുഭ്യം കാര്യമാഗമനം പ്രതി ഇച്ഛാമനുഗൃഹീതോഹം തദർത്ഥ പരിവൃത്തയേ കാര്യസ്യ ന വിമർശം ച ഗന്ധുമർഹസി കൗശികാം കർത്താചാഹമശേഷേണ ദൈവതം ഹി ഭവാൻ മമച്ഛായമനുപ്രാപ്തോ മഹാനഭ്യുദയോ ദ്വിജാൻ തവാഗമനജത് കൃഷ്ണോ ധർമ്മശ്ചാനുത്തമോ മമാം ഇതി ഹൃദയസുഖം നിശമ്യ വാക്യം ശ്രുതിസുഖമാത്മവദാ വിനീതമുക്തം പ്രതിതഗുണേശാ ഗുണൈർവിശിഷ്ട പരമഋഷി പരമം ജഗാമഹർഷം ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയാദികാവേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം അംബാലകാണ്ഡ് സഹൃദയാം ബാലകാണ്ഡേ ശ്രീരാമാദ്യാവതാരോ നാമ അഷ്ടാദശ സർഗ സർവത്ര ദേവീനാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രായ നമ ധൂപം അഘ്രാപയാമി ശ്രീരാമചന്ദ്രായ നമ ദീപം ദർശയാമി ശ്രീരാമചന്ദ്രായ നമ ക്ഷീരം നിവേദയാമി ശ്രീരാമചന്ദ്രായ നമ താംബൂലം സമർപ്പയാമി ശ്രീരാമചന്ദ്രായ നമ കർപ്പൂര നീരാജനം ദർശയാമി ശ്രീരാമചന്ദ്രായ നമ ഛത്രം സമർപ്പയാമി ശ്രീരാമചന്ദ്രായ നമ ചാമരം സമർപ്പയാമി ശ്രീരാമചന്ദ്രായ നമ നൃത്തം സമർപ്പയാമി ശ്രീരാമചന്ദ്രായ നമ ഗീതം സമർപ്പയാമി ശ്രീരാമചന്ദ്രായ നമ വാദ്യം സമർപ്പയാമി ശ്രീരാമചന്ദ്രായ നമ മന്ത്രപുഷ്പാണി സമർപ്പയാമി ശ്രീരാമചന്ദ്രായ നമ സമസ്ത രാജോപചാര ദേവോപചാരാൻ സമർപ്പയാമി ശ്രീരാമചന്ദ്രായ നമ അനേകോടി പ്രദക്ഷിണ നമസ്കാരാൻ സമർപ്പയാമി നമോസ്തു രാമായ ലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായേ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യാം കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്തം ന്യായേണ മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കാലേ വർഷതു പർജന്യ പൃഥിവീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിതോ ബ്രാഹ്മണാ സന്തു നിർഭയാം അപുത്രാ പുത്രിണഃ സന്തു പൗത്രിണാം അധനാ സധനാ സന്തു ജീവന്തു ശരദാം ശതം ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം ശൃണ്വൻ രാമായണം ഭക്ത്യാ യപ്പാദം പദമേവ വാം സയാതി ബ്രാഹ്മണസ്ഥാനം ബ്രഹ്മണാ പൂജ്യതേ സദാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ യന്മംഗളം സഹസ്രാക്ഷേ സർവദേവ നമസ്കൃതേ പ്രത്രനാശേ സമഭവത് തത്തേ ഭവതു മംഗളം മംഗളം കോസലേന്ദ്രായ മഹീയ ഗുണാബ്ദയേ ചക്രവർത്തിതനൂജായ സർവഭൗമായ മംഗളം യന്മംഗളം സുവർണസ്യ വിനിതാ കൽപ്പയത്പുരാം അമൃതം പാർത്ഥയാനസ്യ തത്തേ ഭവതു മംഗളം അമൃതോത്പാദനേ ദൈത്യാനഘ്നദോ വ്രജധര്യസാം അതിർമംഗളം രാധാ തത്തേ ഭവതു മംഗളം ത്രീൻ വിക്രമൻ പ്രഗമതോ വിഷ്ണു രമിത തേജസാം യഥാസീൻ മംഗളം രാമ തത്തേ ഭവതു മംഗളം ഋതവസാഗരാദീവാ വേദാലോകാദിശശ്ചതേ മംഗളാനി മഹാബാഹോ
ദിശന്തുസ്സവ തവ സർവദാം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീ സദാശിവായേതി സമർപ്പയാമി ശ്രീ ജഗദംബികായേതി സമർപ്പയാമി യദക്ഷരപദപൃഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പരമേശ്വരി ഹരതമ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമസങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ. ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. നമ്മൾ കഴിഞ്ഞ സർഗങ്ങളിൽ കണ്ടു ദശരഥന്റെ രാജ്യഭരണത്തിന്റെ പ്രത്യേകത, അയോധ്യ നഗരിയുടെ പ്രത്യേകതകൾ, എല്ലാ ജനങ്ങളും നല്ലവരായ യാതൊരു ദുഃഖങ്ങളുമില്ലാതെ ജനങ്ങൾ വാസിക്കുന്ന നഗരമാണ് അയോധ്യ. ആ അയോധ്യയിലെ രാജാവായ ദശരഥന് മാത്രം ഒരു ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കളെയില്ല. അതുകൊണ്ട് പണ്ട് അംഗരാജ്യത്ത് മഴ പെയ്ത ദശരഥന്റെ സുഹൃത്തായ ലോമപാദൻ രാജാവായിരിക്കുന്ന അംഗരാജ്യത്ത് മഴ പെയ്യാതെ ഇരുന്നപ്പോൾ അവിടെ മഴ പെയ്യിക്കുവാനായി വിഭാണ്ഡകപുത്രനായ ഋഷ്യശൃംഖനെ വരുത്തി മഴ പെയ്യിച്ചു എന്ന് സുമന്ത്രർ പറഞ്ഞതനുസരിച്ച് ആ സുമന്ത്രരുടെ നിർദ്ദേശപ്രകാരം ആ ഋഷ്യശൃംഖനെ അയോധ്യയ്ക്ക് കൊണ്ടുവന്ന് അശ്വമേധ യാഗം നടത്തിക്കഴിഞ്ഞ് യജ്ഞം നടത്തിക്കഴിഞ്ഞാൽ പുത്രന്മാരുണ്ടാകും, അശ്വമേധ യജ്ഞം നടത്തിക്കഴിഞ്ഞാൽ പുത്രന്മാരുണ്ടാകും എന്ന് സുമന്ത്രരുടെ ഉപദേശപ്രകാരം, സുമന്ത്രരുടെ ഉപദേശം സനകാദി മുനിമാരിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് പറഞ്ഞു. അതനുസരിച്ച് അശ്വമേധ യജ്ഞവും പുത്രകാമേഷ്ടി യാഗവും നടത്തി. പുത്രകാമേഷ്ടി അനുഷ്ഠിച്ചപ്പോൾ അതിൽ നിന്ന് പ്രജാപതിയുടെ ദൂതൻ ദേവനിർമ്മിതമായ പായസവുമായിട്ട് ഉയർന്നു വരികയും ആ പായസം പകുതി കൗസല്യയ്ക്കും ബാക്കിയിൽ പകുതി സുമിത്രയ്ക്കും ബാക്കിയുണ്ടായിരുന്നതിൽ പകുതി കൈകേയിക്കും ബാക്കിയുണ്ടായിരുന്ന മൊത്തം സുമിത്രയ്ക്കും നൽകിയെന്നും തുടർന്ന് രാവണ സംഹാരത്തിനായി മഹാവിഷ്ണു അവതാരമെടുക്കാൻ പോകുന്നു, ഒപ്പം ദേവന്മാരെല്ലാവരും വാനരന്മാരായി അവതാരമെടുക്കുന്നു, വാനരന്മാരായും കരടികളായും അവതാരമെടുക്കുന്നു എന്നും വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. പായസം കഴിച്ച് യഥാസമയം ഗർഭിണികളായി കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ അത് കണ്ട് ദശരഥൻ സന്തോഷമാകുന്നു. അശ്വമേധം അവസാനിക്കെ താങ്കളുടെ ഭാഗവും സ്വീകരിച്ചുകൊണ്ട് അമരന്മാർ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതുവരെയാണ് നമ്മൾ 17 സർഗം വരെ ഇങ്ങോട്ട് കണ്ടത്. ഇനി 18-ാം സർഗത്തിൽ ദീക്ഷ അവസാനിപ്പിച്ച് പത്നിമാരോടും പരിവാരങ്ങളോടുകൂടി ദശരഥൻ പട്ടണത്തിൽ പ്രവേശിക്കുകയാണ്. ദശരഥനാൽ പൂജിതരായ രാജാക്കന്മാർ വസിഷ്ഠനെ വണങ്ങി സസന്തോഷം സ്വദേശങ്ങളിലേക്ക് മടങ്ങി. ദശരഥനാൽ സത്കൃതനായ ഋഷ്യശൃംഖൻ ശാന്തയോടൊരുമിച്ച് തിരിച്ചും പോയി. പുത്രജനനവും കാത്ത് രാജാവ് സസുഖം വാണു. യജ്ഞത്തിനു ശേഷം 6 ഋതുക്കൾ കടന്നുപോയി. 12-ാം മാസമായ ചൈത്രത്തിൽ നവമി തിഥിയിൽ പഞ്ചഗ്രഹങ്ങൾ ഉച്ചസ്ഥാനങ്ങളായിരിക്കവേ കർക്കടക ലഗ്നത്തിൽ
ബൃഹസ്പതിയും ചന്ദ്രനും ഒന്നിച്ചുദിക്കെ പുണർദം നക്ഷത്രത്തിൽ കൗസല്യ ദിവ്യലക്ഷണയുക്തനും സർവലോക നമസ്കൃതനുമായ വിഷ്ണുർത്ഥസംഭൂതനും ഇക്ഷ്വാകൂലവർത്തകനുമായ ശ്രീരാമചന്ദ്രനെ പ്രസവിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ദ്രനാൽ അതിഥി എന്ന പോലെ ലോഹിതാക്ഷനും ബിംബോഷ്ടനുമായ പുത്രനാൽ കൗസല്യ വിളങ്ങി. വിഷ്ണുവിന്റെ ചതുർഭാഗനും സർവസദ്ഗുണസമ്പന്നനുമായ ഭരതൻ കൈകേയിയിൽ നിന്ന് പിറന്നു. പിന്നെ സുമിത്ര, ലക്ഷ്മണ, ശത്രുഘ്നന്മാരെയും പ്രസവിച്ചു. സർവാസ്ത്ര കുശലരായ അവർ വിഷ്ണു അർത്ഥാംശഭൂതരാകുന്നു. ഭരതൻ മീനലഗ്നത്തിൽ പൂയം നാളിൽ പിറന്നു. കർക്കടകലഗ്നത്തിൽ ഉദയവേളയിൽ ഐല്യം നാളിൽ സുമിത്രാപുത്രരും ജനിച്ചു. ദശരഥന് അനുരൂപനും ഗുണശാലികളുമായ 4 പുത്രന്മാർ. ഗന്ധർവന്മാർ പാടി, അപ്സരസുകൾ ആടി, ദേവദുന്ദുവികൾ മുഴങ്ങി, വാനിൽ നിന്ന് പൂമഴ പൊഴിഞ്ഞു. അയോധ്യാവാസികൾക്കെല്ലാം മഹോത്സവം. നടന്മാരും നർത്തകന്മാരും ജനങ്ങളും വീഥികളിൽ തിങ്ങി നിറഞ്ഞു. സൂതമാഗതവന്തികൾക്ക് സമ്മാനങ്ങൾ നൽകി. ബ്രാഹ്മണർക്ക് പണവും നിരവധി പശുക്കളും നൽകപ്പെട്ടു. 11 നാൾ കഴിഞ്ഞ് നാമകരണം നടത്തി. മൂത്ത മകൻ രാമൻ, കൈകേയി സുതൻ ഭരതൻ, സുമിത്രാപുത്രന്മാർ ലക്ഷ്മണനും ശത്രുഘ്നനും. പ്രീതനായ വസിഷ്ഠനാണ് കുമാരന്മാരുടെ നാമകരണം നടത്തിയത്. ബ്രാഹ്മണർക്കും പൗരജാനപദന്മാർക്കും സദ്യ നൽകി. ബ്രാഹ്മണർക്ക് ഒട്ടേറെ ധനം ദാനം ചെയ്യപ്പെട്ടു. ജാതകർമാണി സംസ്കാരങ്ങളെല്ലാം യഥാവിധി നടത്തപ്പെട്ടു. ജ്യേഷ്ഠപുത്രൻ രാമൻ അച്ഛന് അത്യന്തം പ്രീതിപാത്രം, ജനങ്ങൾക്കതീവ സമ്മതൻ. ഏവരും വേദവിത്തുകൾ, ശൂരർ, ജ്ഞാനസമ്പന്നർ, ലോഹഹിതൈക്ഷികൾ. അവരിൽ രാമൻ മഹാതേജസ്വി, സത്യപരാക്രമൻ, സകലർക്കും പ്രിയൻ, ധനുർവേദ വിശാരദൻ, പിതൃശുശ്രൂഷാതൽപരൻ. ബാല്യം മുതലേ ലക്ഷ്മണൻ ജ്യേഷ്ഠനിൽ അതീവ സ്നേഹസമ്പന്നൻ. രാമന്റെ ബഹിശ്ചര പ്രാണനായിരുന്നു ലക്ഷ്മണൻ. ഊണിലുറക്കത്തിലും എല്ലാം അവർ ഒന്നിച്ചു കഴിഞ്ഞു. ശത്രുഘ്നന് ഭരതൻ സപ്രാണനേക്കാൾ പ്രീതരൻ. 4 പുത്രന്മാരെ കൊണ്ട് ദശരഥൻ പരമപ്രീതനായി. അവരേവരെയും പിതൃശുശ്രൂഷ താൽപര്യരും ധനുർവേദ വിദഗ്ധരുമായിരുന്നു. ബന്ധുക്കളോടും ഉപാധ്യായനോടും കൂടി ദശരഥൻ അവരുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചു. തദവസരത്തിൽ വിശ്വാമിത്രൻ വന്നു ചേർന്നു. താൻ വന്നിരിക്കുന്ന വിവരം വേഗം രാജാവിനെ അറിയിക്കുവാൻ അദ്ദേഹം ദ്വാരപാലകനോട് പറഞ്ഞു. അത് കേട്ട് ഏവരും സംഭ്രമത്തോടെ ഓടി കോവിലകത്തെത്തി. മഹർഷി വന്നിരിക്കുന്ന വിവരം രാജാവിനെ അറിയിച്ചു. അത് കേട്ട് ദശരഥൻ പുരോഹിതനോടൊപ്പം എതിരേറ്റ് ചെന്ന് ഇന്ദ്രൻ ബ്രഹ്മാവിനെ എന്ന പോലെ സ്വീകരിച്ച് അർഘ്യം സമർപ്പിച്ചു. മഹർഷി അർഘ്യം സ്വീകരിച്ച് കുശലാന്വേഷണം ചെയ്തു. പുരം, ജനപദം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഭണ്ഡാരം എന്നിവയുടെ കുശലവും അന്വേഷിച്ചു. സാമന്തരെല്ലാം അങ്ങയെ അനുസരിക്കുന്നില്ലേ? ദൈവമാനുഷ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുന്നില്ലേ? വസിഷ്ഠനോടും മറ്റു മഹർഷിമാരോടും വിശ്വാമിത്രൻ യഥാന്യായം കുശലങ്ങൾ ചോദിച്ചു. രാജാവിനാൽ പൂജിതനായി അവരേവരും സസന്തോഷം രാജ്യസഭയിൽ പ്രവേശിച്ച് യഥാർത്ഥം ആസനസ്ഥരായി. അനന്തരം ദശരഥൻ വിശ്വാമിത്രനെ വാഴ്ത്തിക്കൊണ്ട് ഈ വിധം പറഞ്ഞു. അമൃതലാഭത്താൽ എന്ന പോലെ, മരുഭൂമിയിൽ മഴ പെയ്താൽ എന്ന പോലെ, സദൃശഭാര്യയിൽ പുത്രലാഭം ഉണ്ടായെന്ന പോലെ, നഷ്ടദ്രവ്യം തിരിച്ചു കിട്ടിയാൽ എന്ന പോലെ സന്തോഷകരമാണ് അവിടത്തെ ആഗമനം. മഹാത്മനെ, അവിടേക്ക് സ്വാഗതം. എന്താണ് ഞാൻ അവിടേക്ക് ചെയ്യേണ്ടത്? എന്റെ ഭാഗ്യം കൊണ്ട് സത്പാത്രമായ അങ്ങ് സമാഗതനായി. ഇന്നെന്റെ ജന്മം സഫലമായി, ജീവിതം ധന്യമായി. അങ്ങയുടെ ദർശനം കൊണ്ട് ഇന്നത്തെ പ്രഭാതം ശോഭനമായി. ആദ്യം രാജർഷി, പിന്നീട് തപസ്സുകൊണ്ട് തേജസ്വിയായി ബ്രഹ്മർഷിത്വം സമ്പാദിച്ചു. അങ്ങെനിക്ക് സർവഥാ പൂജനീയനാകുന്നു. അങ്ങയുടെ ആഗമനത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് അരുളി ചെയ്തെന്നാൽ അങ്ങയുടെ അനുഗ്രഹത്താൽ അവിടുത്തെ ഇഷ്ടം സാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധ്യമോ എന്ന് അങ്ങ് ചിന്തിക്കുകയേ വേണ്ട. ഒക്കെ ഞാൻ ചെയ്തു കൊള്ളാം. ദൈവമാണ് എനിക്ക് മഹത്തായ അഭ്യുദയം വന്നു ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ആഗമനം കൊണ്ട് എന്റെ ധർമ്മവും പൂർണ്ണമായി. രാജാവ് സവനയം ചെന്ന സന്തോഷകരമായ വാക്യം കേട്ട് സദ്ഗുണസമ്പന്നനും സത്കീർത്തിയുക്തനുമായ പരമർഷി അത്യന്തം സന്തുഷ്ടനായി എന്ന് പറഞ്ഞുകൊണ്ട് 18ാം സർഗം സമാപിക്കുന്നു. ഇനി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടിക്കൊണ്ടുപോവുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന മഹത്തായ
സർഗങ്ങളാണ് മുന്നോട്ട് വരാനുള്ളത്. 19-ാം സർഗം മുതൽ അതൊക്കെ നമുക്ക് പിന്നീട് സമർപ്പിക്കാം. രാമജനനം ആഹ്ലാദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വായന ഇവിടെ സമർപ്പിക്കാം. കർക്കിടക മാസത്തിലെ 1-ാം ദിവസത്തെ പാരായണം ആദ്യത്തെ 18 അധ്യായം ശ്രീരാമന്റെ അവതാരത്തോടുകൂടി 18-ാം അധ്യായത്തിലെ അവതാരത്തോടുകൂടിയാണ് 1-ാം ദിവസത്തെ പാരായണം സമാപിക്കുന്നത്. വാൽമീകി രാമായണം 30 ദിവസമായി പാരായണം ചെയ്യുമ്പോൾ 18 അധ്യായങ്ങളാണ് ആദ്യത്തെ ദിവസം വായിക്കേണ്ടത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവ്യേ നമഃ.